ഇപ്പൊ ഞാനൊരു തുറന്നു പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു 6-8 മാസം ഓടിയ റിസൾട്ട് ഉണ്ടാക്കിയ സിനിമകളും അതിന് മുമ്പോട്ടുള്ള ഒരു കുറച്ച് നാളെടുത്ത് ഇപ്പൊ നമ്മുടെ ജാനമൻ മുതൽ ജാനമൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആവേശത്തിന് മുമ്പ് നമ്മുടെ ഓജോബോർഡ് സിനിമയുടെ രോമാഞ്ചമാണെങ്കിലും അത് കഴിഞ്ഞിപ്പുറത്തോട്ടല്ല ബ്രദർ, ശരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ റീൽസ് ചെയ്തും പ്രൂവ് ചെയ്ത ആൾക്കാരെയാണ് പിക്ക് ചെയ്തേക്കുന്നത്. ഐ മീൻ ആക്ടേഴ്സ് ആയിട്ട്. അപ്പൊ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പുതുമ എന്നും വേണം മലയാള സിനിമയ്ക്ക്. അല്ലെങ്കിൽ അതൊരു പാക്കേജ് ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മാർക്കറ്റുള്ള ഇത്ര കോടി ഇവനെ വെച്ച് ചെയ്താൽ ബിസിനസ് കിട്ടും, ഇന്ന ഡയറക്ടർ നിന്നത് ഇന്ന പ്രൊഡ്യൂസർ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല. ഹോൾ പാക്കേജ് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു പുതിയുള്ള സബ്ജക്റ്റ് കൊണ്ട് പുതിയ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്ക് ആക്കാന്ന് പറഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക്കലി കറക്റ്റ് കാസ്റ്റ് ചെയ്യണം, കറക്റ്റ് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണം. റിസൾട്ട് ഉണ്ടാക്കാതെ രക്ഷയില്ല. അപ്പൊ താഴോട്ട് ഇറങ്ങും. അതിന് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ ഇവിടുത്തെ റീൽസ് നോക്കിയാൽ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഗണപതി, നമ്മുടെ ഇപ്പൊ ബാലനിലാണെങ്കിലും അവരുടെ മുമ്പത്തെ പടങ്ങളിലായാലും കാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കുന്നു അത്ര റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരുമ്പോൾ ഹോൾ ടീമിനാണ് റിസൾട്ട് കിട്ടുന്നത്. ഒരിപ്പോ ഈ ഒരു പ്രോജക്റ്റിന് വളരെ നല്ല റിസൾട്ടും ഒരു അപ്രിസിയേഷനും പുറത്ത് കിട്ടിയാൽ അതിന്റെ റിസൾട്ട് ഈസ് ഗോയിങ് ഫോർ എൻ്റയർ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം. ഒരു വിജയം ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഒറ്റ നോക്കുള്ളൂ. 5 പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയിട്ടുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി PR വർക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് അതേപോലെ ആൾക്കാരിൽ ഇപ്പൊ കാസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഈ മുഖം ഓർമ്മ തന്നെ, ഈ ക്യാരക്ടർ ഓർമ്മ തന്നെ. അതിനൊന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സംസാരിച്ചിട്ടിരിക്കണം. ഇതിന്റെ ഇടയിൽ കൂടി ഇത് എങ്ങനെ നുഴഞ്ഞു കയറുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാനുള്ള. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ അറിയോ, അവര് കാസ്റ്റിങ്ങിന് വേണ്ടി ഇന്ത്യന്റെ ക്യാരക്ടേഴ്സിനെ അടുത്ത ആഴ്ചക്കുള്ളിൽ ഫൈനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് മനുഷ്യനാ. അയാളുടെ ചിന്തയിലും പ്രോസസ്സിലും അയാൾ കണ്ടു മറന്നേക്കുന്ന ആൾക്കാരിലും മുഖം കാണുകയും സാധനം വരെയും എടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ ആ സർക്കിളിൽ ചെന്ന് വീഴണം. സർക്കിളിൽ വീഴാത്ത അത് എന്റെ കുറ്റം മാത്രമാണ്. കാര്യം എനിക്കിപ്പോ വെള്ളമടിക്കാൻ പറ്റാത്ത ഒരുത്തനാന്ന് പറഞ്ഞ് വെള്ളമടിക്കുന്ന കമ്പനി പോയി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ കുറ്റമാണ്. എനിക്ക് പുകവലി കമ്പനി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പുകവലി കമ്പനിയിൽ പോയി ഇരിക്കാതെ എന്റെ കുറ്റമാണ്. എനിക്ക് സിനിമ കിട്ടാത്തതിന്റെ പൂർണ്ണമായിട്ടുള്ള ആൻസർ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. എനിക്ക് ഒരു കാസ്റ്റ് ഡയറക്ടറെയും ഒരു ഡയറക്ടറെയും ഒന്നും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദ സർക്കിൾ പെർഫോം ചെയ്യണമെന്ന് ഉറപ്പ് വേണ്ടേ. കുണ്ട നിർത്തിയിട്ട് പണി വാളിക്ക് കഴിഞ്ഞാൽ തെറിയേക്കും. അപ്പൊ അവര് അവരുടെ സർക്കിളിൽ നിന്ന് കംഫർട്ട് പിടിക്കേണ്ടി പോവാ. അപ്പൊ ഐ ബിലീവ് സ്ട്രഗിള് ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ വേറെ ആരുടെ